പാദമുദ്രയുടെ വിശേഷങ്ങൾ പറഞ്ഞു തീരുന്നില്ല. ഇനി നമ്മോടൊപ്പം ഇവിടെ എത്തുന്നത് പ്രശസ്തിയായിട്ടുള്ള നടി ശ്രീമതി രോഹിണിയും ജഗദീഷ് ഏട്ടനുമാണ്. നമുക്ക് അവരെ വേദിയിലേക്ക് ക്ഷണിക്കാം. നമ്മൾ പാദമുദ്രയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പാദമുദ്രയിലെ രോഹിണിയുടെ ക്യാരക്ടറും ആ ക്യാരക്ടറിനുണ്ടാകുന്ന ഒരു ദുരന്തവും എനിക്ക് തോന്നുന്ന ഒരു ലോക സിനിമയിലും ഇല്ലാത്ത തരത്തിലാണ് സാറ് ചിത്രീകരിച്ചിരിക്കുന്നത്, അല്ലേ? ഈ ഒരു സിനിമയിൽ വർക്ക് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ആ സമയത്ത് തന്നെ കുറേ കമേഴ്ഷ്യൽ എന്ന് പറയുന്ന ഫിലിംസ് കുറേ ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ പാദമുദ്രയുടെ ക്യാരക്ടർ കേൾക്കുമ്പോൾ തന്നെ സാറ് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇത് വേറെ ഒരു ടൈപ്പ് ഓഫ് ഫിലിമാണെന്ന് മനസ്സിലായി. വളരെയധികം എനിക്ക് ഇതിൽ ഓർമ്മയുണ്ടായിരുന്നത് സാറിൻ്റെ ഈ സ്റ്റോറി ബോർഡ് ഉണ്ടായിരുന്നു സാറിൻ്റെ. അപ്പോൾ ഞങ്ങളൊക്കെ വായിച്ചിട്ടുള്ളത് സത്യജിത് റേ മാതിരിയുള്ള ഡയറക്ടേഴ്സാണ് ഈ സ്റ്റോറി ബോർഡ് വെച്ചിട്ട് അങ്ങനെയാണ് ഓരോ ഷോട്ടും എടുക്കണത് എന്ന്. അപ്പോൾ ഐ വാസ് സോ എക്സൈറ്റഡ്. അപ്പോൾ അങ്ങനെ ഒരു പടം ചെയ്യുന്ന ഒരു ഡയറക്ടറിൻ്റെ കൂടെ നമ്മൾ വർക്ക് ചെയ്യണമെന്ന്. സോ ഹി ഹാഡ് വെരി സിമ ചേച്ചി പറഞ്ഞതുപോലെ വരച്ചതിനപ്പുറം അങ്ങനെയല്ല, ഒരു ഫ്രെയിമിംഗ് ആണ്. ഐ തിങ്ക് ബിക്കോസ് ഹീസ് എൻ ആർട്ടിസ്റ്റ് നോ, ആ ഫ്രെയിമിൽ കൈ ഈ ആംഗിൾ ഇങ്ങനെ തന്നെ വരണം, നോട്ട് ലൈക്ക് ദിസ്. അപ്പോൾ നമ്മൾ ആർട്ടിസ്റ്റ് ഒരു സ്പോണ്ടേനിറ്റി ആയിട്ട് ഇങ്ങനെ വെച്ച് പോയാലോ ഒന്നാണ് അതുകൊണ്ടായിരിക്കും എന്ന് തോന്നിയത് എനിക്ക്. ഇപ്പോഴും നമുക്ക് കാണുമ്പോൾ ആ പടം കാണുമ്പോൾ അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ജെസ്റ്റേഴ്സ് എന്ന് തോന്നിയത്. പക്ഷേ അതിലും ലാൽ സാറിൻ്റെ പെർഫോമൻസ് വാസ് സംതിങ് എൽസ്. ഞങ്ങൾ ചെയ്യുന്ന പെർഫോമൻസിനും ലാൽ സാറിൻ്റെ പെർഫോമൻസും was like totally, I think it's because of that ആ ക്യാരക്ടർ ലാൽ സാർ പ്രസൻറ്റ് ചെയ്തിട്ടുള്ള ഇതാണ്. One of the great actors the world has seen till now. I really feel that way. And ജഗദീഷ് ഏട്ടാ, ആ സമയത്ത് ജഗദീഷ് ഏട്ടൻ ഒരുപക്ഷെ ചെയ്ത ക്യാരക്ടേഴ്സിൽ നിന്നൊക്കെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ, വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സിനിമ ആയിരുന്നു പാദമുദ്ര. ഈ ഒരു സിനിമയെ കുറിച്ചുള്ള അനുഭവങ്ങളെ കുറിച്ച് മീര, അതിനെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത്, പാദമുദ്ര ഇറ്റ് വാസ് എ മൂവി എഹെഡ് ഓഫ് ഇറ്റ്സ് ടൈംസ്. അത് ഇന്നിറങ്ങിയിരുന്നെങ്കിൽ അന്ന് കലാപരമായി വലിയ വിജയമായിരുന്നു. പക്ഷേ ഇന്നിറങ്ങിയിരുന്നെങ്കിൽ അന്ന് ലഭിച്ചതിനേക്കാളും വലിയ സാമ്പത്തിക വിജയം ലഭിക്കുമായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. ഇന്ന് ചിലപ്പോൾ നാഷണൽ അവാർഡ് കിട്ടിയ അതെ, ക്ലാസിക്സ്, വേൾഡ് ക്ലാസിക്സ് ആ പട്ടികയിൽ പെടുത്താം. ഇപ്പോൾ അതിൽ പറയുമ്പോൾ മോഹൻലാലിൻ്റെ അഭിനയം ഒന്ന് സരസനായ, രസികനായ, പരസ്ത്രീകളിൽ തൽപരനായ മാധു പണ്ടാരം. ഇതിൻ്റെ ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ഒരു ക്യാരക്ടർ സോപ്പ് കുട്ടപ്പൻ എന്ന് പറയുന്ന അല്പം ഇൻട്രവേർട്ടായ, വേദന കടിച്ചമർത്തി കൊണ്ട് നടക്കുന്ന രണ്ട് കഥാപാത്രങ്ങൾ, രണ്ടും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ട് അവതരിപ്പിച്ചു എന്നുള്ളതാണ് ലാലിൻ്റെ ഏറ്റവും വലിയ ഗ്രേറ്റ്. ഈ മാധു പണ്ടാരത്തിന് സീമ ചേച്ചിയുടെ കഥാപാത്രം ഗോമതിയുമായിട്ട് അടുപ്പത്തിലാവുകയാണ്. ഗോമതിയുടെ ഭർത്താവ് നാരായണൻ, നെടുമുടി വേണിച്ചേട്ടൻ അവതരിപ്പിക്കുന്ന കഥാപാത്രം. പക്ഷേ ഗോമതിയും മാധു പണ്ടാരവുമായി അടുക്കുന്നു. അതിലുണ്ടാകുന്ന മകനാണ് സോപ്പ് കുട്ടപ്പൻ. അപ്പോൾ കുട്ടപ്പൻ നാട്ടിൽ എല്ലാവർക്കും അറിയാം മാധു പണ്ടാരത്തിൻ്റെ മകനാണെന്ന്. പക്ഷേ വീട്ടിലെ നാരായണൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കി, അദ്ദേഹത്തിനും അറിയാം മാധു പണ്ടാരത്തിൻ്റെ മകനാണെന്ന്. ആ ഒരു ആഗനി, സീമ ചേച്ചിയുടെ അതിമനോഹരമായ പെർഫോമൻസ്. താങ്ക് യു. ഇനി എൻ്റെ കഥാപാത്രത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറയാം. കാരണം മകൻ സോപ്പ് കുട്ടപ്പൻ മാന്യനാണ്, നീലിയോടാണ് അല്പം താല്പര്യമുള്ളത്. പക്ഷേ എൻ്റെ കഥാപാത്രത്തിൽ അല്പം സസ്പെൻസ് ഉണ്ട്. ഞാൻ പറയട്ടെ, ഇതിൽ സോപ്പ് കുട്ടപ്പൻ്റെ സഹോദരിയുമായും ഞാൻ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. സോപ്പ് കുട്ടപ്പൻ്റെ എന്താ പറയുക, പിന്നെ റിയൽ ആയിട്ടുള്ള സഹോദരിയുമായിട്ട് ഞാൻ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കൊരു സംശയം സാറിനോട് ചോദിക്കാനുള്ളത്, ഞാൻ മാധു പണ്ടാരത്തിൻ്റെ മോനാണ്. കാരണവരോടെല്ലാം എനിക്ക് പ്രേമമുണ്ട്. അത് ഈ പടത്തിൽ വലിയ ക്ലൈമാക്സിൽ സോപ്പ് കുട്ടപ്പൻ ഈ വേലിയൊക്കെ എടുത്ത് ഓടി പോകാൻ കാരണക്കാരൻ ഞാനാണ്. അതെ, എനിക്കതിൽ അല്പം കുറ്റബോധമുണ്ട് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് അങ്ങനത്തെ ഒരു ഗ്രേറ്റ് ഷോട്ട് കിട്ടില്ല. നമുക്ക് അതിൽ എടുത്തു പറയാവുന്ന രണ്ട് ഒരുപാട്, എല്ലാവരും നല്ലതാണെങ്കിലും നെടുമുടി വേണിച്ചേട്ടൻ, മാള ചേട്ടനൊക്കെ വളരെ അത്ഭുതകരമായിട്ട് അഭിനയിച്ച ചിത്രമാണ്. ലാലേട്ടൻ എങ്ങനെയാണ് ഈ സോപ്പ് കുട്ടപ്പനും മാധു പണ്ടാരവും തമ്മിൽ ഇത്രയും അധികം ഡിഫറൻഷിയേറ്റ് ചെയ്തത്? അതിനേക്കുള്ള ഒരു പ്രിപ്പറേഷൻസ് ഒക്കെ എങ്ങനെയായിരുന്നു? സാറ് പറഞ്ഞ പോലെ ഈ കഥ കേട്ടപ്പം എനിക്ക് അടിവയറ്റിന്നൊരു വേദന.
അത് നമുക്ക് പറയാൻ പറ്റില്ല. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ പാത്ര സൃഷ്ടി തന്നെയാണ് അതിൻ്റെ കാരണക്കാരൻ.